അപ്പോൾ നമ്മളിന്ന് ഇഞ്ചിപ്പുളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓണം സ്പെഷ്യൽ ഇഞ്ചിപ്പുളി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള പുളി കുറച്ച് മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു കൈപ്പിടിക്ക് ഒതുങ്ങുന്ന പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഉരുള അത് പച്ചവെള്ളത്തിൽ തന്നെ കുറച്ച് മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ള വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കടുക് എണ്ണയിലേക്ക് തന്നെ ഇടാലോ എന്ന് വെച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് കടലപ്പരിപ്പാണ്, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പൊക്കെ കുറച്ച് മതി കേട്ടോ. പിന്നെ ഉലുവയാണ്. ഉലുവ ഞാൻ വേറൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിന് കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പോൾ അത് വഴിയെ കാണിക്കാം. അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചി തന്നെയാണ്. ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചുമന്നുള്ളി എടുക്കാം കേട്ടോ. അതും കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുത്തോ. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് പൊന്നൂന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അവരുടെ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് പൊന്നു കൊണ്ടുപോകുന്നത് ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, കുട്ടികൾക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് എരിവൊന്നും ഇടാത്തത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എരിവ് ചേർത്ത് കൊടുത്തോ കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വട്ടത്തിൽ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് ഉള്ളിയൊന്നും എടുക്കണ്ട കേട്ടോ, കുറച്ച് എടുത്താൽ മതി. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചിപ്പുളിക്ക്. പിന്നെ അത് ഇഞ്ചി നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പച്ചമുളകും അതുപോലെ തന്നെ അരിഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ. പൊടിയായിട്ട് തന്നെ അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ നല്ലപോലെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരേണ്ട സാധനങ്ങളായതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിക്കാം. ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള ഉലുവ ഉണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ഉലുവ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ചട്ടിയിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ ഒന്ന് വറുത്തെടുത്താൽ മതി. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. അത് നമുക്കൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ, പൊടിച്ചൊന്നും എടുക്കണ്ട. അപ്പോൾ അത് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക മണമൊക്കെ ആയിരിക്കും കേട്ടോ ഇഞ്ചിപ്പുളിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്നങ്ങോട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അധികം നല്ല കട്ടിയുള്ള ചട്ടി തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അതങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചട്ടിയൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഏതെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ നമ്മുടെ അവിടെ മാറ്റി വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ്. കടലപ്പരിപ്പ് കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ, ഉഴുന്ന് പരിപ്പിനേക്കാൾ കൂടുതൽ. അതിങ്ങനെ ഇഞ്ചിപ്പുളിയുടെ ഇടയിൽ അതിങ്ങനെ കടിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇന്നത്തേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്കാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിത് സ്കൂളിൽ കൊണ്ടുവന്നതിൻ്റെ തലേ ദിവസമാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ ഉണ്ടാക്കിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സമയം എന്തായാലും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തലേ ദിവസം ഉച്ചയ്ക്കാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളത് ആ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലെല്ലാ സാധനങ്ങളും എണ്ണയിൽ കടന്ന് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ വഴറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കേടുവരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ, പൂപ്പലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയിൽ കടന്നിട്ട് നല്ല പോലെ അത് നല്ല പോലെ മൂത്തിട്ട് വരണം കേട്ടോ. നമുക്ക് ഈ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് വരുന്നവരെ അത് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വഴറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതങ്ങനെ കിടന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓണപ്പരിപാടികളൊക്കെ ഇതുവരെ ആയി? നമുക്ക് പ്രാവശ്യം ഓണം ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീട്ടിൽ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ടൊന്നും ഒരുക്കി വെക്കുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ അങ്ങോട്ട് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ കണ്ടോ, നമുക്ക് കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. മുളക് പൊടി ഞാൻ ഇപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. എല്ലാതും കൂടെ എരിവ് ഒരുപാടാവണ്ടെന്ന് വിചാരിച്ചിട്ട്, കുട്ടികൾക്കുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ എരിവ് ഒരുപാടൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിത് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്നും കൂടെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പുളി നല്ലപോലെ നമുക്ക് ആവശ്യമുള്ള വെള്ളമാക്കിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒരു 3-4 തവണ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ കിട്ടും. അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്കുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ ചേർത്തോ കേട്ടോ. ശർക്കര എത്ര ശർക്കര വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഈ ഇഞ്ചിപ്പുളിയിൽ ഒരുപാട് മധുരമായാൽ വലിയ രസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കുറച്ചൊരു പുളിപ്പും മധുരവും എരിവും എല്ലാം കൂടെ ഒന്ന് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് വരണ്ടേ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ശർക്കര തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. ഇനി ഇത് തിളച്ച് കുറുകി വരിക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ കുറുക്കിയെടുക്കണം. ഇനി നമ്മളിവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉലുവ ഉണ്ടല്ലോ, അതൊന്ന് അതുപോലത്തെ ഇടികല്ലിലിട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ചതച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. നമ്മളൊന്ന് അത് വെച്ച് ഉടച്ച് കഴിഞ്ഞാൽ തന്നെ അതൊന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ പൊടിയുക എന്ന് പറയുമ്പോൾ ഒരുപാട് മിക്സിയുടെ ജാറിലിട്ടൊന്നും പൊടിച്ചൊന്നും എടുക്കണ്ട. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇടിച്ചാൽ തന്നെ അത് പൊടിയും കേട്ടോ. അതിനാണ് നമ്മളൊന്ന് വറുത്തെടുക്കും കൂടെ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം എല്ലാം ഒന്ന് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചിപ്പുളിയുടെ ഇടയിൽ കൂടെ ഇതിങ്ങനെ ഒരു പളുങ്ക് പോലെ നമുക്ക് കടിച്ച് തിന്നാൻ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കുമ്പോൾ. നമ്മൾ പായസത്തിൻ്റെ കൂടെ ചെവ്വരിയൊക്കെ കടിച്ച് തിന്നില്ലേ, അതുപോലെ ആയിരിക്കും കേട്ടോ. ഈ ഒരു ഇതുപോലെ ഉലുവ വറുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിപ്പുളിയുടെ കൂടെ അതിങ്ങനെ കടിക്കാൻ കിട്ടും. അതിൽ ആ പുളിയും മധുരമൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചേർക്കാത്തവരാണെങ്കിൽ അതൊന്ന് ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് കേട്ടോ. അപ്പോൾ അതും കൂടെ അതിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ കിടന്ന് അങ്ങനെ തിളച്ച് കുറുകി വെറ്റി വരണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിക്ക് ഇങ്ങനെ പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് തീ കൂട്ടി വെച്ച് ഇങ്ങനെ അടുത്ത് കുറുകാരാവുമ്പോൾ അടുത്ത് നിൽക്കരുത്. കാരണം അതിങ്ങനെ ബബിൾസ് വന്ന് അതിങ്ങനെ പൊട്ടി പൊട്ടി മുകളിലേക്ക് തെറിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊന്ന് മാറി അല്ലെങ്കിൽ തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ കയ്യിലേക്കൊക്കെ തെറിക്കും. ഇപ്പോൾ ഇതാ നല്ല പോലെ തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ സൈഡിലുള്ളതൊക്കെ ഒന്നിങ്ങനെ ഇളക്കി അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിങ്ങനെ കുറുക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ആയിട്ട് തോന്നും. അത് ആ ശർക്കര ഇങ്ങനെ ഉരുകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യമൊക്കെ ശർക്കര ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ഇറങ്ങി തുടങ്ങി. ശർക്കര അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നല്ല മധുരമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലെല്ലാം കടിക്കാനും കൂടെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്ക് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിപ്പുളി ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം, നോക്കിക്കോ. ഇതാ നല്ല പോലെ കുറുകി വരുന്നുണ്ട്. ഇതിനി കുറച്ച് കഴിഞ്ഞ് അങ്ങനെ മേലേക്ക് തെറിക്കാൻ തുടങ്ങും കേട്ടോ. തീയൊന്ന് കുറച്ച് വെച്ച് കാണിച്ചു തരാം. ഇതാ ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്യരുത്, ഒന്നും കൂടെ കുറുകണം. ഇതാ നല്ല പോലെ തന്നെ കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ബബിൾസ് ഇങ്ങനെ പൊട്ടുന്നുണ്ടോ, ഇതിങ്ങനെ മേലേക്ക് തെറിക്കും കേട്ടോ. നമ്മൾ ചെറിയ കയ്യിൽ കൊണ്ടൊക്കെയാണ് ഇളക്കണമെന്നുണ്ടെങ്കിൽ കൈക്കൊക്കെ തെറിക്കും. അപ്പോൾ അത്യാവശ്യം വലിയ നീട്ടത്തിലുള്ള കയ്യിൽ വെച്ച് തന്നെയാണ് ഇളക്കണം കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരെടുത്താട്ടോ പറയണത്. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി ആ ചുറ്റും ഒട്ടിപ്പിടിച്ച പോലത്തതൊക്കെ ഇങ്ങനെ യോജിപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. എത്ര കുറുകിയാൽ മതി. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതാണ്ട് ആ ബബിൾസ് പൊട്ടുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു സമയമായ തീ ഓഫ് ചെയ്യുക. എന്നിട്ടിത് ചൂടാറാനായിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ സ്റ്റാർ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലത്തെ ഇഞ്ചിപ്പുളിയൊക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ബൈ.